നമസ്കാരം എല്ലാവർക്കും ന്യൂ റിലീസിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ ദേനി ഒരുക്കിയ ചിത്രമാണ് മിഖായേൽ. കുടുംബ ബന്ധങ്ങളിൽ പുറത്തുനിന്നുമുള്ള ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഒരു ഗ്യാങ്സ്റ്റർ, അതാണ് ഒറ്റവാക്കിൽ മിഖായേൽ. ഇമോഷന് ഇമോഷൻ, ഫൈറ്റിന് ഫൈറ്റ്, മാസിന് മാസ് എന്ന് തുടങ്ങി ശരാശരി ഒരു വാണിജ്യ സിനിമയിൽ പ്രതീക്ഷിക്കുന്ന എല്ലാം കൃത്യമായി തന്നെ ചേർത്തിണക്കപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. പെയിൻ കില്ലറാ വാങ്ങിച്ചു കഴിച്ചു. ഇതിലും ഡോസിൽ ഞാൻ എഴുതുന്നുണ്ട്. കാവൽ മാലാഖയാവുന്ന മിഖായേൽ എന്ന സങ്കല്പം തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്നത്. നായകന്റെ മാലയുടെ ലോക്കറ്റിലും കാർ ഹാങ്ങിങ്ങിലും എന്തിന് വീടിന് അകത്തളങ്ങളിൽ വരെ ബിംബങ്ങളായി വിരിയുന്ന മിഖായേൽ മാലാഖ കഥാപാത്രങ്ങളുടെ സംസാരങ്ങളിലും നിരന്തര സാന്നിധ്യമായി കടന്നു വരുന്നുണ്ട്. നിവിൻ പോളി ആദ്യമായി വില്ലനായും നായകനായും അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് മിഖായേൽ. ചിത്രത്തിൽ നല്ല വില്ലനായി നിവിൻ തിളങ്ങുമ്പോൾ ക്രൂര വില്ലന്മാരുടെ പട്ടികയിലുള്ളത് സിദ്ദീഖും ഉണ്ണി മുകുന്ദനും സുദേവ് നായരുമാണ്. ടീസർ പുറത്തിറങ്ങിയപ്പോൾ മുതൽ പരുക്കൻ ലുക്കിലെത്തിയ നിവിനൊപ്പം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നതാണ് സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ഉണ്ണി മുകുന്ദൻ. പാപത്തിന് കൂലി മരണമാണ്. പിന്നെ എന്തിന്? മകളെ പീഡിപ്പിച്ചവരോട് കണക്ക് പറയുന്ന അച്ഛനാണ് ഗ്രേറ്റ് ഫാദറിലെങ്കിൽ ഇവിടെ സഹോദരിയുടെ കണ്ണീരൊപ്പുന്ന സഹോദരനാണ് നായകൻ. മൈക്കിൾ ജോൺ എന്ന ജൂനിയർ ഡോക്ടർ അടികിട്ടുമ്പോൾ തിരിച്ചോടുന്ന, സ്വല്പം വാശിയും ഏകാന്തതയും സഹോദരിയോടുള്ള വാത്സല്യവുമൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നിവിനാണ് മൈക്കിളായി വേഷമിട്ടിരിക്കുന്നത്. കുഞ്ഞിലെ അച്ഛനെ നഷ്ടമായ അമ്മയോട് മാനസികമായൊരു അകലം സൂക്ഷിക്കുകയും മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കണ്ട് മാറി നിൽക്കുന്ന ഒരു മകൻ. പക്ഷെ പെങ്ങൾ ജെന്നിയോടുള്ള വാത്സല്യം കൊണ്ട് ആ വീടിന് ചുറ്റും എപ്പോഴും അവൻ്റെ സാന്നിധ്യമുണ്ട്. ജെന്നി എന്ന പെങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ മൈക്കിനെ അവളുടെ കാവൽ മാലാഖയാക്കി മാറ്റുകയാണ്. മൈക്ക് എന്ന കഥാപാത്രത്തോട് 100% നീതി പുലർത്താൻ നിവിൻ പോളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാർഷൽ ആർട്സും ശരീരത്തിന്റെ മർമ്മവും പഠിച്ച ഡോക്ടർ എന്ന അന്യായ കോമ്പിനേഷനിലാണ് ചിത്രത്തിൽ നിവിൻ എത്തിയിരിക്കുന്നത്. വില്ലനായെത്തിയ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയാണ് തിയേറ്ററുകളിൽ ഏറെ കയ്യടി വാരിക്കൂട്ടിയ കഥാപാത്രം. മാത്രമല്ല, ഫിറ്റ്നസ് പ്രേമികൾക്ക് മതിയാവോളം കണ്ടാസ്വദിക്കാൻ ഉണ്ണി മുകുന്ദന്റെ മസിൽ ഷോയുമുണ്ട് ഈ ചിത്രത്തിൽ. മഞ്ജിമ മോഹൻ, അശോകൻ, VK പ്രകാശ്, ബാബു ആന്റണി, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ, KPS ലളിത, ശാന്തി കൃഷ്ണ, അഞ്ജലി തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അടുത്തിടെ വിവാദമായ മലയാള സിനിമയിലെ അവയവദാന പരാമർശങ്ങളെ മിഖായേലും കൂട്ടുപിടിക്കുന്നുണ്ട്. ഒരുപാട് പുതുമകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും പ്രേക്ഷകരെ അധികം മടുപ്പിക്കുന്നില്ല മിഖായേൽ. 5 ഡയലോഗുകൾ കൊണ്ട് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും നിരവധിയേറെ കഥാപാത്രങ്ങളും ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും ഇന്നലെയും ഇന്നുമെല്ലാം മാറി വരുന്ന കഥ പറച്ചിൽ രീതിയിലെ അപാകതകൾ ഇടയ്ക്ക് അല്പം മുഷിച്ചിലുണ്ടാക്കുന്നുണ്ട് എന്നത് തിരക്കഥയുടെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. വിഷ്ണു പണിക്കറാണ് മിഖായേലിന്റെ ഛായാഗ്രഹണം, എഡിറ്റിംഗ് മഹേഷ് നാരായണനും. ഇത് രണ്ടുമാണ് മിഖായേലിനെ മികച്ചതാക്കുന്നത്. ഗോപി സുന്ദറാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് ക്രൈമിന്റെ പല വശങ്ങൾ കൂട്ടിയിണക്കി ചേർത്തിരിക്കുന്ന ഒരു 2.5 മണിക്കൂർ ക്രൈം ഡ്രാമ എന്ന് മിഖായേലിനെ വിളിക്കാം. ഞാൻ മിഖായേൽ.